വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമാണ് വേറെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് നല്ല റെഡ് അലർട്ടാന്ന് പറയുന്നത് അല്ലേ? നോക്കണം, മഴ പെയ്യുമെന്ന് നോക്കാം. അത് അവരൊരു അവിടുത്തെ ഒരു ഘടകകക്ഷിയാണ് അല്ലേ? അവർക്ക് അതിൻ്റെതായ ഒരു വിശ്വാസ്യതയുണ്ട്. ഞങ്ങൾ അതിനൊന്നും ചോദ്യം ചെയ്യുന്നില്ല. അത് വരുമ്പോൾ ആലോചിക്കാം. ഞാനൊന്നും പറയില്ല. അല്ലല്ല, ഞങ്ങളൊന്നും പറയില്ല. ഞങ്ങൾ ഒരാളുമായിട്ട് ചർച്ചയില്ല. ഞങ്ങൾ ഒരാളുമായിട്ടും LDF-ലെ ഒരു ഘടക കക്ഷികളുമായിട്ട് ഞങ്ങൾ ചർച്ചയില്ല. ഇപ്പൊ ചർച്ച ചെയ്തിട്ടില്ല. ചെയ്ത് തീരുമാനം എടുത്തിട്ട് നിങ്ങളെ അറിയിക്കാം ചെയ്യണ സമയത്ത്. ഇപ്പൊ ഇപ്പൊ ഒന്നും പറയാനില്ല. ഇപ്പൊ അല്ലാതെ ഇഷ്ടംപോലെ ആളുകൾ നിൽക്കുവാണ്. ഞങ്ങള് അത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. UDF ചേരാൻ NDA-യിലെ ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ള ഇഷ്ടംപോലെ ആളുകൾ, LDF-ലെ ചില കക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകൾ UDF-ൽ ചേരാൻ നിൽക്കുക. ഞങ്ങൾ അതെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ്. അതിനൊന്നും ഞാൻ മറുപടി പറയില്ല. അതൊക്കെ KPC പ്രസിഡന്റ് അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൃത്യമായിട്ടും പറഞ്ഞു. സംഘടനാപരമായ കാര്യങ്ങളൊന്നും ഞാൻ മറുപടി പറയില്ല. അത് KPCC പ്രസിഡന്റ് നിങ്ങളെ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അദ്ദേഹം പറയും. വേറെ വല്ലതും ഉണ്ടോ? അല്ല, കേന്ദ്ര സർക്കാരിന്റെ പണമല്ലേ, കളയണ്ട. പക്ഷേ BJP-യുടെ വർഗീയ രാഷ്ട്രീയം, RSS രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുന്ന നിബന്ധനകൾ സ്വീകരിക്കാൻ പാടില്ല. കാശ് നമ്മുടെയും കൂടി പൈസ അല്ലേ, നമ്മളും കൂടി നികുതി കൊടുത്തല്ലേ. ഈ GST-യുടെ പകുതി കേന്ദ്രം മേടിക്കുന്ന. വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമാണ് വേറെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് നല്ല റെഡ് അലർട്ടാന്ന് പറയുന്നത് അല്ലേ? നോക്കണം, മഴ പെയ്യുമെന്ന് നോക്കാം.